ഹലോ ഓൾ. അപ്പോൾ നമ്മുടെ ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗിലെ പെർമിയബിലിറ്റി എന്നുള്ള പോർഷനാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഓക്കെ, ഏതാണ് പെർമിയബിലിറ്റി എന്നുള്ള പോർഷനാണ് ഇന്ന് നോക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് അസിസ്റ്റൻറ്റ് എഞ്ചിനീയറിംഗിൻ്റെ എക്സാമിനും ഓവർസിയർ ഗ്രേഡ് 1ൻ്റെ എക്സാമിനും ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. സോ കറക്റ്റായിട്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൽ കുറച്ച് പോർഷൻസ് പറയാം, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്കൗട്ട് ചെയ്യും. അങ്ങനെയാണ് ഇനി അങ്ങോട്ടേക്ക് നമ്മൾ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ പഠിക്കേണ്ടത് എന്താണ് പെർമിയബിലിറ്റി. അപ്പോൾ പെർമിയബിലിറ്റി എന്ന് പറഞ്ഞാൽ the permeability of soil is a soil property that describes the ease with which water flows through the soil. അതായത് ഇതാണ് ഇപ്പോൾ നമ്മുടെ സോയിലെങ്കിൽ ഇതിനകത്തേക്ക് എന്തുമാത്രം എന്താണ് പെട്ടെന്ന് ആ ഒരു വാട്ടറിനെ പെർക്കുലേറ്റ് ചെയ്യാൻ പറ്റും. പെട്ടെന്നല്ല, അതിന് എന്തുമാത്രം എഫിഷ്യൻ്റായിട്ട് അതിന് ഈ വാട്ടർ ഇതിൽ കൂടി പെർക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പെർമിയബിലിറ്റി എന്ന് വിളിക്കുന്നത്. ഓക്കെ, പെർമിയബിലിറ്റി ഓഫ് എ സോയിൽ ഈസ് ദ സോയിൽ പ്രോപ്പർട്ടി ദറ്റ് ഇറ്റ് ഡിസ്ക്രൈബ്സ് ദ ഈസ് വിത്ത് വിച്ച് വാട്ടർ ഫ്ലോസ് ത്രൂ ദ സോയിൽ. ഇനി പെർമിയബിലിറ്റി നമ്മൾ സാധാരണ മെഷർ ചെയ്യുന്നത് in terms of rate of flow of water through the soil in a given period of time. ഒരു ഗിവൺ പീരീഡ് ഓഫ് ടൈമിൽ എന്തുമാത്രം റേറ്റ് ഓഫ് ഫ്ലോ, ദാറ്റ് ഈസ് ഡിസ്ചാർജ് എത്രയാണ് അവിടെ വരുന്നത്, അതിൻ്റെ ബേസിസിലാണ് നമ്മൾ പെർമിയബിലിറ്റി സാധാരണ മെഷർ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പെർമിയബിലിറ്റി നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് കെ എന്ന ലെറ്റർ കൊണ്ടാണ്, സ്മോൾ ലെറ്റർ കെ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഡയമെൻഷൻ പറയുന്നത് LT⁻⁻1. ഇതാണ് അതിൻ്റെ ഡയമെൻഷൻ പറയുന്നത്. LT⁻⁻1 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഹാസ് ദ സെയിം യൂണിറ്റ് ആസ് ദാറ്റ് ഓഫ് വെലോസിറ്റി ആണല്ലോ. എന്താണ് ഇതിന് സെയിം നമ്മുടെ വെലോസിറ്റിയുടെ സെയിം യൂണിറ്റ്. LT⁻⁻1 എന്ന് എന്താണ്? മീറ്റർ പെർ സെക്കൻഡ്. ദാറ്റ് ഈസ് വെലോസിറ്റിയുടെ സെയിം യൂണിറ്റ് ആണ് ഏതിനുള്ളത്? പെർമിയബിലിറ്റിക്കുള്ളത്. അപ്പോൾ ഏതൊക്കെയാണ് നമ്മുടെ പെർമിയബിലിറ്റിയുടെ യൂണിറ്റ് വരുന്നത്? മീറ്റർ പെർ സെക്കൻഡ് പറയാം, അല്ലെങ്കിൽ mm/s പറയാം, അല്ലെങ്കിൽ cm/s പറയാം, അല്ലെങ്കിൽ മീറ്റർ പെർ ഡേ. ഇതെല്ലാം എന്താണ്? പെർമിയബിലിറ്റിയുടെ യൂണിറ്റ്സ് ആണ്. അപ്പോൾ ഈ ഒരു പോയിന്റ് മറക്കരുത്. ഇറ്റ് ഹാസ് എ സെയിം യൂണിറ്റ് ആസ് ദാറ്റ് ഓഫ് വെലോസിറ്റി. അതിൻ്റെ ഡയമെൻഷൻ ഫോർമുല എഴുതാൻ പറഞ്ഞാൽ LT⁻⁻1. അതാണ് അതിൻ്റെ ഡയമെൻഷൻ ഫോർമുല എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്തെന്താണ്? ഹൈഡ്രോളിക് ഹെഡ് എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, നമുക്കൊരു വാട്ടർ ഒരു ഫ്ലൂയിഡ് ഒരു പൈപ്പിൽ കൂടി ഫ്ലോ ചെയ്യുമെന്ന് വയ്ക്കുക. ഓക്കെ, ജസ്റ്റ് എന്താണ്, ഇതാണ് എൻ്റെ ഒരു പൈപ്പ്. ഈ പൈപ്പിൽ കൂടി എന്ത് ചെയ്യുന്നു? ഒരു വാട്ടർ ഫ്ലോ ചെയ്യുവാണ്. ഓക്കെ, ഇങ്ങനെ വാട്ടർ ഫ്ലോ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ടോട്ടൽ ഹെഡ് അറ്റ് എനി പോയിന്റ് നമുക്ക് കണ്ടുപിടിക്കാൻ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. ഏതാണ്? ഡേറ്റം ഹെഡ് പ്ലസ് പ്രഷർ ഹെഡ് വെലോസിറ്റി ഹെഡ് അല്ലേ. ഇത് നിങ്ങൾ ഫ്ലൂയിഡ് മെക്കാനിക്സിൽ ബെർണോളിസ് തിയറം പഠിക്കത്തില്ലേ? അതാണ് അല്ലേ. ബെർണോളിസ് തിയറം പ്രകാരം ഡേറ്റം ഹെഡ് പ്ലസ് പ്രഷർ ഹെഡ് പ്ലസ് വെലോസിറ്റി ഹെഡ് എന്ന് പറയുന്നതാണ് ആ ഒരു പോയിന്റ്, ഒരു ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുമ്പോഴുള്ള ടോട്ടൽ ഹെഡ് എന്ന് പറയുന്നത്. ഈ ഡേറ്റം ഹെഡിനെ നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്യുന്നത്? ഇസഡ് എന്ന ലെറ്റർ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. പ്രഷർ ഹെഡ് എന്ന് പറയുന്നത് നമ്മുടെ P/ρg ആണ് പ്രഷർ ഹെഡ്. ആൻഡ് വെലോസിറ്റി ഹെഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് V²/2g ആണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം കൂടി സം എടുത്താൽ ദാറ്റ് ഈസ് ടോട്ടൽ ഹെഡ് എന്ന് പറയുന്നത് എന്ത് വരും? ടോട്ടൽ ഹെഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇസഡ് പ്ലസ് P/ρg പ്ലസ് V²/2g എന്ന് വരും. ഇതെന്താണ്? ഇതെന്തിൻ്റെ കേസാണ്? ടോട്ടൽ ഹെഡ് അറ്റ് എനി പോയിന്റിനെ ഫ്ലോയിങ് ഫ്ലൂയിഡ്, ഒരു പൈപ്പിൽ കൂടി വാട്ടർ ഫ്ലോ ചെയ്യുമ്പോഴുള്ള കേസാണ്. ബട്ട് ടോട്ടൽ ഹെഡ് ഓഫ് വാട്ടർ ഇൻ സോയിൽ എഞ്ചിനീയറിംഗ് പ്രോബ്ലം, അതായത് വാട്ടർ എവിടെ കൂടിയാണ് ഫ്ലോ ചെയ്യുന്നത്? ഇതെന്ന് പറയുന്നത് നമ്മുടെ സോയിലാണെന്ന് വയ്ക്കുക. ഓക്കെ, ഇത് പൈപ്പല്ല, സോയിലാണ്. ഇതിനകത്തേക്ക് കൂടി വാട്ടർ ഫ്ലോ ചെയ്യുമ്പോൾ അതിൻ്റെ ടോട്ടൽ ഹെഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സം ഓഫ് എന്താണ്? പ്രഷർ ഹെഡ് ഡേറ്റം ഹെഡ് പ്ലസ് പ്രഷർ ഹെഡ്. ദാറ്റ് ഈസ് ഡേറ്റം ഹെഡ് എന്ന് പറയുന്നത് ഇസഡ് ആണ്, പ്ലസ് പ്രഷർ ഹെഡ് എന്ന് പറയുന്നത് എന്താണ്? P/ρg. അപ്പോൾ സോയിൽ മെക്കാനിക്സ് നമ്മുടെ ഈ ജിയോടെക്കിൽ നമ്മൾ എന്ത് ടോട്ടൽ ഹെഡ് ഓഫ് വാട്ടർ ഇൻ സോയിൽ എഞ്ചിനീയറിംഗ് പ്രോബ്ലം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ടോട്ടൽ ഹെഡ് എത്രയാണ്? ഇസഡ് പ്ലസ് P/ρg ആണ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? സോയിലിൽ കൂടി വാട്ടർ പെർക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് വാട്ടറിൻ്റെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഭയങ്കര നെഗ്ലിജിബിൾ ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഈ വെലോസിറ്റി ഹെഡിനെ നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യുന്നത്. എന്നിട്ട് ബാക്കിയുള്ളതിനെ മാത്രം നമ്മൾ എടുക്കുന്നത്. ഏതൊക്കെയാണ്? ഡേറ്റം ഹെഡ് പ്ലസ് പ്രഷർ ഹെഡാണ് നമ്മൾ എടുക്കുന്നത്. ഇനി നമ്മുടെ എപ്പോഴും ഇങ്ങനൊരു വലിയൊരു റിസർവോയർ ഉണ്ട്. ഓക്കെ, അവിടെ നിന്നും ഒരു സാൻഡ് ഫില്ല് ചെയ്ത് ഒരു പൈപ്പിൽ കൂടി വാട്ടർ ഫ്ലോ ചെയ്ത് താഴത്തെ ഒരു റിസർവോയറിൽ എത്തുവാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഡൗൺ സ്ട്രീം വാട്ടർ ലെവലിനെയാണ് നമ്മൾ സാധാരണ എന്തായിട്ട് എടുക്കുന്നത്? ഡേറ്റം ആയിട്ട് എടുക്കുന്നത്. ഡേറ്റം ആയിട്ട് എടുക്കുന്നത് എന്താണ്? ഡൗൺ സ്ട്രീം വാട്ടർ ലെവലാണ്. ആൻഡ് ഇവിടുത്തെ ഹെഡ് ലോസ് അല്ലെങ്കിൽ ടോട്ടൽ ഹെഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഹെഡ് ലോസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈ ഒരു ഡിസ്റ്റൻസ്, അതായത് അപ് സ്ട്രീം വാട്ടർ ലെവലിൻ്റെയും ഡൗൺ സ്ട്രീം വാട്ടർ ലെവലിൻ്റെയും ഇടയ്ക്കുള്ള ഹൈറ്റ് ആണെന്ന് അവിടുത്തെ ഹെഡ് ലോസ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് H. ഹെഡ് ലോസ് H. ഓക്കെ, ദെൻ പീസോമീറ്റർ. ഇനി പീസോമീറ്റർ നമ്മൾ ഒരു എന്താണ് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു സോയിൽസിൽ കൂടി വാട്ടർ ഫ്ലോ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഏതെങ്കിലും ഒരു പോയിന്റിലെ
പ്രഷർ നമുക്ക് മെഷർ ചെയ്യണം. വാട്ടറിൻ്റെ പ്രഷർ എത്രയാണെന്ന് കണ്ടുപിടിക്കുന്നത് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റാണ് പീസോമീറ്റർ. സോ നമുക്ക് ഈ പീസോമീറ്റർ ഞാനിവിടെ കൊണ്ടുവച്ചാൽ അതിൽ വാട്ടർ ഇത്രയും ഹൈറ്റിലാണ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ ഇതെന്ന് പറയുന്നതാണ് അവിടുത്തെ പീസോമെട്രിക് ലെവൽ. ഓക്കെ, പീസോമെട്രിക് ലെവൽ എന്ന് എന്താണ്? ഈ വാട്ടർ ലെവൽ ഷോൺ ബൈ ദിസ് പീസോമീറ്റർ. ഇതാണ് പീസോമീറ്റർ. പീസോമീറ്ററിൻ്റെ ഈ വാട്ടർ ലെവൽ കാണിക്കുന്ന ഈ ഒരു ഹൈറ്റ് ആണ് എന്തെന്ന് പറയുന്നത് അവിടുത്തെ പീസോമെട്രിക് ലെവൽ എന്ന് പറയുന്നത്. സോ ഞാൻ ഇങ്ങനെ കുറേ പീസോമീറ്റേഴ്സ് ഞാനിവിടെ എല്ലാം കൂടി എന്ത് ചെയ്യാണ്, ഇങ്ങനെ വയ്ക്കുവാണ്. അങ്ങനെ വയ്ക്കുന്ന സമയത്ത് ഈ പീസോമെട്രിക് ലെവൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ വാട്ടർ ലെവൽ. ഓക്കെ, പീസോമെട്രിക് ലെവൽ എന്ന് പറഞ്ഞാൽ ഈ വാട്ടർ ലെവൽ തന്നെയാണ് ഷോൺ ബൈ പീസോമീറ്റർ. അപ്പോൾ ഇതിനെല്ലാം കൂടി ഞാൻ യോജിപ്പിച്ചുകൊണ്ട് ഒരു ലൈൻ വരച്ച് കഴിഞ്ഞാൽ, ഓക്കെ, ഇതാണ് ഞാൻ വരയ്ക്കുന്ന ലൈൻ. ഇതിനെ വിളിക്കുന്ന പേരാണ് ഹൈഡ്രോളിക് ഗ്രേഡിയൻ ലൈൻ എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ ദ ലൈൻ ജോയിനിങ് പീസോമെട്രിക് ലെവൽസ് അറ്റ് വേരിയസ് പോയിന്റ്സ് ഈസ് കോൾഡ് എ പീസോമെട്രിക് സർഫസ്, അല്ലെങ്കിൽ അതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഇറ്റ് ഈസ് ഹൈഡ്രോളിക് ഗ്രേഡിയൻ ലൈൻ. പീസോമെട്രിക് സർഫസ് അല്ലെങ്കിൽ ഹൈഡ്രോളിക് ഗ്രേഡിയൻ ലൈൻ എന്ന് നമുക്ക് അതിനെ വിളിക്കാം. അപ്പോൾ ഇവിടെ പീസോമെട്രിക് ലെവൽ വഴി നമുക്ക് കിട്ടുന്നത് അവിടുത്തെ പ്രഷർ ഹെഡാണ് കിട്ടുന്നത്. എന്താണ് പീസോമെട്രിക് ലെവൽ? പീസോമീറ്ററിൽ നിന്നും വാട്ടർ ലെവൽ നമ്മൾ കണ്ടുപിടിക്കുന്ന വഴി നമുക്ക് അവിടുത്തെ എന്ത് കിട്ടും? പ്രഷർ ഹെഡാണ് നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നത്. ബട്ട് പീസോമെട്രിക് ഹെഡ് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് നമ്മൾ മീനിങ് എന്ന് പറയുന്നത് പ്രഷർ ഹെഡ് പ്ലസ് എലിവേഷൻ ഹെഡ്. ഓക്കെ, ഇതിൻ്റെ രണ്ടിൻ്റെയും സമ്മാണ് എന്തെന്ന് പറയുന്നത് പീസോമെട്രിക് ഹെഡ് എന്ന് പറയുന്നത്. ഒരു പീസോമീറ്റർ ഞാൻ വെറുതെ ഒന്ന് എവിടെയെങ്കിലും വെച്ചിട്ട് അതിൻ്റെ വാട്ടർ ലെവൽ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഗീവ്സ് ദ പ്രഷർ ഹെഡ്. ആൻഡ് പ്രഷർ ഹെഡ് പ്ലസ് എലിവേഷൻ ഹെഡ് എന്ന് പറയുന്നതാണ് എന്തെന്ന് പറഞ്ഞാൽ പീസോമെട്രിക് ഹെഡ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ഹൈഡ്രോളിക് ഹെഡ്? ഹൈഡ്രോളിക് ഹെഡ് എന്ന് പറഞ്ഞാൽ ദ ഡിഫറൻസ് ഇൻ എലിവേഷൻ ഓഫ് വാട്ടർ ലെവൽസ് അറ്റ് ദ എൻട്രി ആൻഡ് എക്സിറ്റ് പോയിന്റ്സ് ഇൻ എ സോയിൽ മാസ്. ഓക്കെ, അപ്പോൾ ഇതാണ് സോയിൽ മാസ്. ഇതിൻ്റെ എൻട്രി എന്ന് പറഞ്ഞാൽ ഇവിടെയാണ്. ഓക്കെ, ഇവിടെ പീസോമീറ്ററിൽ ഒരു ലെവൽ കാണിച്ചു ആൻഡ് ഇവിടെ ആയിട്ട് വേറൊരു ലെവൽ കാണിക്കുന്നുണ്ട്. സോ ഇതിൻ്റെ രണ്ടിൻ്റെയും ഈ ഒരു ലെവൽ ഡിഫറൻസ്, ഓക്കെ, ഡിഫറൻസ് ഇൻ എലിവേഷൻ ഓഫ് വാട്ടർ ലെവൽസ് അറ്റ് ദ എൻട്രി ആൻഡ് എക്സിറ്റ് പോയിന്റ്സ് ഇൻ എ സോയിൽ മാസ്, അതിനെ വിളിക്കുന്ന പേരാണെന്ന് ഹൈഡ്രോളിക് ഹെഡ്. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ എച്ച്. ഓക്കെ, ഇതിനെ നമ്മൾ ലോസ് ഓഫ് ഹെഡ് എന്ന് നമ്മൾ ഡിനോട്ട് ചെയ്യണം. ഇറ്റ് ഈസ് ഓൾസോ ഈക്വൽ ടു ദ ലോസ് ഓഫ് ഹെഡ് ത്രൂ ദ സോയിൽ. അതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് എന്ത് വിളിക്കാം? ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് എഫക്റ്റീവ് ഹെഡ്. അപ്പോൾ ഹൈഡ്രോളിക് ഹെഡ് അല്ലെങ്കിൽ അതിൻ്റെ മറ്റൊരു പേരാണെന്ന് പറയുന്നത് എഫക്റ്റീവ് ഹെഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് ഹൈഡ്രോളിക് ഗ്രേഡിയൻറ്റിനെ പറ്റിയിട്ടാണ്. ഓക്കെ, ഹൈഡ്രോളിക് ഗ്രേഡിയൻ്റ് എന്ന് പറഞ്ഞാൽ സപ്പോസ് നമ്മുടെ വാട്ടർ എന്ന് പറയാം. ഇപ്പോൾ ഹൈഡ്രോളിക് ഗ്രേഡിയൻ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇതാണ് എൻ്റെ ഒരു സോയിൽ മാസ്. ഓക്കെ, അല്ലെങ്കിൽ വേണ്ട, ഇങ്ങനെ തന്നെ ഒരു സോയിൽ ഇങ്ങനെ ഒരു ഇൻക്ലിനേഷനിൽ ഇരിക്കുകയാണ്. ഓക്കെ, ഇതിനകത്ത് എന്താണ്? സോയിലാണ്. എൻ്റെ വാട്ടർ എന്ന് പറഞ്ഞാൽ ഇതുവഴി എൻ്റർ ആയിട്ട് ഇതുവഴി എക്സിറ്റ് ആവുന്നതാണ്. അങ്ങനെ ടോട്ടൽ വാട്ടർ സഞ്ചരിച്ച ദൂരം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ സോയിൽ സാമ്പിളിൻ്റെ ലെങ്ത് തന്നെയല്ലേ? ലെങ്ത് ഓഫ് ദിസ് സോയിൽ സാമ്പിൾ ഇസ് ദ എൽ. ഓക്കെ, ഇനി ഇവിടെ ഞാനൊരു പീസോമീറ്റർ വെച്ചു ആൻഡ് ഇവിടെ ഒരു പീസോമീറ്റർ വെച്ചു. ഇവിടെ വാട്ടർ ലെവൽ ഇത്രയും കാണിച്ചു, ഇവിടെ ബട്ട് ഇത്രയേ കാണിക്കുന്നുള്ളൂ. സോ ഇത് തമ്മിലുള്ള വാട്ടർ ലെവലിൻ്റെ ഹൈറ്റ് ഡിഫറൻസിനെ നമ്മൾ എന്ത് വിളിച്ചു? എഫക്റ്റീവ് ഹെഡ് അല്ലെങ്കിൽ ഹെഡ് ലോസ് എന്ന് വിളിച്ചു, ആണല്ലോ. അങ്ങനെയാണ് ദിസ് ഹെഡ് ലോസ് ഡിവൈഡഡ് ബൈ ദിസ് എന്താണ്? എൽ എന്ന് പറഞ്ഞാൽ എന്താണ്? സോയിലിൽ കൂടി എത്രമാത്രം ലെങ്തിലാണ് വാട്ടർ ഫ്ലോ ചെയ്യുന്നത്, അതിനെയാണ് എന്ത് വിളിക്കുന്നത്? എൽ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ദിസ് എൽ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അവിടുത്തെ ഹൈഡ്രോളിക് ഗ്രേഡിയൻറ്റ് കിട്ടും. അപ്പോൾ അവിടുത്തെ ഇക്വേഷൻ നമ്മുടെ അടുത്ത് ഡെഫിനേഷൻ പറയുന്നത് ദ ലോസ് ഓഫ് ഹെഡ് പെർ യൂണിറ്റ് ലെങ്ത് ഓഫ് ഫ്ലോ ത്രൂ ദ സോയിൽ. എന്താണ്? യൂണിറ്റ് ലെങ്തിലാണ് വാട്ടർ ഫ്ലോ ചെയ്തെന്ന് വയ്ക്കുക സോയിലിൽ കൂടി. ആ സമയത്ത് എന്തുമാത്രം ലോസ് ഓഫ് ഹെഡ് കിട്ടും, അതാണെന്ന് പറഞ്ഞാൽ അവിടുത്തെ ഹൈഡ്രോളിക് ഗ്രേഡിയൻ്റ് എന്ന് പറയുന്നത്. അതായത് എൽ എന്ന് പറയുന്നത് യൂണിറ്റി ആവുന്ന സമയത്ത് കറസ്പോണ്ടിങ് എച്ചിൻ്റെ വാല്യൂ ആണ് എന്തെന്ന് പറയുന്നത്? ഐ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് യൂണിറ്റ് ലെങ്തിൽ വാട്ടർ ഫ്ലോ സോയിലിൽ കൂടി ഫ്ലോ ചെയ്യുന്ന സമയത്ത് എത്രയാണ് അവിടുത്തെ ഹെഡ് ലോസ്, അതാണെന്ന് പറയുന്നത് ഐ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയാണ് ഹൈഡ്രോളിക് ഗ്രേഡിയൻറ്റിനെ പറ്റി നമുക്ക് പറയാനായിട്ടുള്ളത്. ഇനി ഇത് റിലേറ്റഡ് നമുക്കൊരു പ്രോബ്ലം നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ പ്രോബ്ലത്തിൻ്റെ ക്വസ്റ്റ്യൻ ഇവിടെ പറയുന്നത് ഡ്യൂറിങ് ദ ഫ്ലോ ഓവർ ലെങ്ത് ഓഫ് 30 മീറ്റർ. ഓക്കെ, ഡ്യൂറിങ് ദ ഫ്ലോ ഓവർ ലെങ്ത് ഓഫ് 30 മീറ്റർ ദ ഹെഡ് ലോസ് ഓഫ് 5 മീറ്റർ ഈസ് ഒക്കേർഡ് ഡ്യൂറിങ് ദ സീപ്പേജ്. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ഹൈഡ്രോളിക് ഗ്രേഡിയൻ്റ്? ഓക്കെ, അപ്പോൾ ഫ്ലോ നടക്കുന്ന ലെങ്ത് എത്രയാണ്? ഇറ്റ് ഈസ് 30 മീറ്റർ. ദാറ്റ് ഈസ് എൽ എന്ന് പറയുന്നത് എത്രയാണ്? 30 മീറ്റർ ആണ്. അവിടുത്തെ ഹെഡ് ലോസ് പറയുന്നുണ്ട് എത്രയാണ്? 5 ആണ്. സോ എച്ച് എന്ന് പറഞ്ഞത് ഇറ്റ് ഈസ് 5 മീറ്റർ. നമ്മൾക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഹൈഡ്രോളിക് ഗ്രേഡിയൻ്റ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. ദാറ്റ് ഈസ് ഐ ആണ് നമ്മളടുത്ത് കണ്ടുപിടിക്കുന്നത്. ഐ ഈസ് ഈക്വൽ ടു എച്ച് ഡിവൈഡഡ് ബൈ എൽ ആണ്. ദാറ്റ് ഈസ് 5 ഡിവൈഡഡ് ബൈ 30 ചെയ്യുമ്പോഴത്തേക്കും 0.167 എന്ന് കിട്ടും. ഓക്കെ,
അപ്പോൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഇത്രേ പറയുന്നുള്ളൂ. നെക്സ്റ്റ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.